പണിയാടി നീ കാണിക്കുന്നേ? പ്രണവ് താലി കെട്ടിയ ഞാൻ ഇവിടെ ജീവനോടെ നിൽക്കുമ്പോ കണ്ണിക്കണ്ട ഒരുത്തിയുടെ കൂടെ നിന്ന് കേക്ക് മുറിച്ച് ഈശ്വരമംഗലത്തെ പുതിയ മരുമകളാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന നിനക്ക് മുഴു പ്രാന്താടി. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത അത്രയും പ്രാന്ത്. നിന്നെ പോലെ ഒരുത്തിലൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് പല വട്ടം പറഞ്ഞ ഞാൻ. എന്റെ കൂടെ ജീവിക്കാതെ പിന്നെ ഇവളുടെ കൂടെ ജീവിക്കാനാണോ വിചാരിക്കുന്നേ? നിന്റെ ചെവിക്കല് നോക്കി ഒരെണ്ണം തന്നല്ലേടി ഞാൻ. അതിന് ചൂട് ഇത്ര വേഗം മറന്നുപോയോ നീ? നിന്റെ ബുദ്ധി കൊള്ളാടി. രണ്ടാം കെട്ടായാലും മൂന്നാം കെട്ടായാലും കുഴപ്പമില്ല നിനക്ക്. നല്ല പൂത്ത കാശല്ലേ. വളച്ചെടുത്തൊരു താലി കെട്ടിയല്ലേ പിന്നെ ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാലോ. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കൂല. എടി, നീ എത്രത്തോളം നാണം കെട്ടവളാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിന്റെ മുഖത്ത് നോക്കി ശിവാനിന്നൊരു ഭാര്യയുണ്ടെന്ന് ഇയാള് പറഞ്ഞതല്ലേ? എന്നിട്ട് ഒരു നാണം ഇല്ലാത്ത പറഞ്ഞേക്കുന്നു. ഇഷ്ടമാണ് പോലും. ശിവാനി, നീ ഇവിടെ ആവശ്യമില്ലാത്തൊരു വിഷയം ഉണ്ടാക്കരുത്. ഇറങ്ങി പോകാൻ നോക്ക്. ഞാനെന്തിനു പോണം? പ്രണവിന്റെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോ അനിയന് വേറെ പെണ്ണ് നോക്കുന്നൊരു ചേട്ടൻ. നന്നായിട്ടുണ്ട് ഗൗതം. നിർത്തടി. ഇപ്പോഴും ഭാര്യ എന്ന് പറയാൻ ലെവലേശ ഉളുപ്പ് തോന്നുന്നില്ലേ നിനക്ക്? നീ കാണിച്ചു കൂട്ടിയ നാടകങ്ങളൊക്കെ ഓർത്തു നോക്കിയാ ലജ്ജിച്ച് പിന്മാറേണ്ടവളല്ലേ നീ? ഇനി വലിയ താമസമൊന്നും ഇല്ല മോളെ. നിയമപരമായി തന്നെ നിന്നെ ഒഴിവാക്കിയിട്ട് ഇവനെ കൊണ്ട് ഈ നിൽക്കുന്ന ഐശ്വര്യയുടെ കഴുത്തിൽ ഞങ്ങൾ താലി കെട്ടിക്കും. നടക്കൂല. എന്തുകൊണ്ട് നടക്കില്ല? നീയാണ് തെറ്റ് ചെയ്തത്. എന്നിട്ട് ഈ സമയത്ത് പോലും നിനക്ക് അതിന്റെ പേരൊരു അല്പം പോലും കുറ്റബോധമില്ല. വെല്ലുവിളിക്കില്ല നീ ഇപ്പോഴും. നീ അവരെ ഒന്ന് നോക്കി. എന്തൊരു ചേർച്ചയാ രണ്ടുപേരും. പ്രണവേ, രണ്ടുപേരും ചേർന്ന് നിന്ന് കാണിച്ചു കൊടുത്തേ. ഇങ്ങോട്ട് എന്റെ ഭർത്താവിന്റെ ദേഹത്തോട്ടല്ലേ കൊന്നോളെന്നില്ല ഞാൻ. എന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് വന്ന രാക്ഷസിയ നീ. മര്യാദയ്ക്ക് പൊയ്ക്കോണ്ട്. എന്തിനാണ് അങ്ങോട്ട് നോക്കുന്നേ? ഇറങ്ങി പോകാൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പ്രണവിന്റെ ജീവിതത്തിലേക്ക് വന്നത് പോകാൻ ഉദ്ദേശിച്ചിട്ടല്ല. പ്രണവ് നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് നടന്ന സമയത്ത് പ്രണവിന്റെ പുറകെ നടന്ന് ഞാൻ വളച്ചെടുത്തൊന്നും അല്ല. നിന്റെ കയ്യിലിരിപ്പ് കാരണം പ്രണവ് നിന്നെ വെറുത്തതിന് ശേഷമാ ഞാൻ പ്രണവിനെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും പ്രണവ് എന്നെ സ്വീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ശിവാനി. അതിലെനിക്കും എതിർപ്പില്ല. ഞങ്ങളുടെ വിവാഹം നടന്നിരിക്കും. പ്രണവേ, ഈ നിധി ഉണ്ടല്ലോ, ഇവളെ പ്രണവിനെ അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഇവളെ വാക്കിട്ട് എടുത്ത് ചാടല്ലേ പ്ലീസ്. എനിക്ക് പ്രണവിനെ വേണം. പ്രണവില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്ക് പ്ലീസ് പ്ലീസ്. പ്രണവേ, അങ്ങനെ ഒരു ഇഷ്ടം നിനക്ക് പ്രണവിനോട് ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ ഭീഷണിയുമായി ഇവിടെ നിൽക്കില്ലായിരുന്നു. പ്രണവ് നിന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോ തന്നെ നീ ഇവന്റെ കാലിൽ വീണ് മാപ്പിരുന്നേനെ. ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞ് നീ ക്ഷമ ചോദിച്ചേനെ. അതിന് നീ ഇപ്പോഴും തയ്യാറല്ലല്ലോ ശിവാനി. ഇനിയിപ്പോ ഇവിടെ തയ്യാറായിട്ട് എന്തിനാ നടത്തി? എന്റെ മനസ്സിനകത്ത് ഇവള് ഒഴിവായി കഴിഞ്ഞു. ആരൊക്കെ പറഞ്ഞാലും ഞാൻ പ്രണവിനെ വിട്ടുപോകുന്നു പ്രതീക്ഷിക്കണ്ട. ഇറങ്ങിപ്പോടി വെളിയില്. പോവേണ്ടത് ഞാനല്ല, നീയാ. നീ ആദ്യം ഇറങ്ങിപ്പോ. പ്രണവിനി എനിക്കുള്ളതാ. അത്രയ്ക്ക് അഹങ്കാരായോടി നിനക്ക്? കാണിച്ചില്ല നിന്നെ ഞാൻ. അയ്യോ ഐശ്വര്യ, എന്റെ പ്രണവിന്റെ ജീവിതത്തിലേക്ക് എനിക്ക് പകരം സ്ഥാനം പിടിക്കാൻ ഏതവള് ശ്രമിച്ചാലും ഇതായിരിക്കും ഗതി. ചിലപ്പോ ഞാൻ കൊന്ന് തള്ളിന്ന് വരും. ഓർത്തോ ഓർത്തോ നീ. ഗൗതം, നന്നായി മുറിഞ്ഞിട്ടുണ്ട്. ഐശ്വര്യ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചേട്ടാ, വണ്ടി എടുക്കട്ടാ. നീ ഒരു കാര്യം ചെയ്യ, ഇവിടുത്തെ ബില്ലെല്ലാം സെല്ല് ചെയ്യുന്നുണ്ട്.
അത് നീ കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വെക്കും. ഞങ്ങൾ ഐശ്വര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എന്റെ പൊന്നേട്ടാ ഞാനിവിടെ വരാന്ന്. വേണ്ട പ്രണവേ, ഗൗതം പറയുന്ന പോലെ ചെയ്യും. ആ വാ ഐശ്വര്യ. ഐശ്വര്യ